ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്ത് കാണിക്കുന്ന ഒരു സമ്മേളനമായിരുന്നു എന്നുള്ളതാണ്. സമ്മേളനത്തിന് ശേഷം ഞങ്ങൾക്ക് നാനാഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു റിയാക്ഷനിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. യഥാർത്ഥത്തിലൊരു പാർലമെന്റ് സമ്മേളനത്തിൽ നടക്കേണ്ടത് എന്താണ്? സർക്കാരിന്റെ തെറ്റുകളെ കണിശമായി സ്ക്രൂട്ടനൈ ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്യപ്പെടേണ്ട ഒരു പശ്ചാത്തലം, ഗവൺമെന്റിന്റെ കാര്യങ്ങൾ പറയാനുള്ളൊരു അവസരം, ഇത് രണ്ടും നടന്ന സമ്മേളനമായിട്ടാണ് ഇത് കാണുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന ഒരു ആരോപണമുണ്ട്, KPCC അധ്യക്ഷൻ കെ സുധാകരനെ അപായപ്പെടുത്താൻ കൂടോത്രം വെച്ചു എന്നുള്ള ആരോപണം വരുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. അതിനോട് എങ്ങനെയായിരിക്കും? ഞാൻ അറിഞ്ഞിട്ടില്ല, അറിയാത്ത കാര്യങ്ങൾ. അതിലെ ദൃശ്യങ്ങളിൽ കെ സുധാകരൻ തന്നെ ഉണ്ട്, ഒപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട്, ഒരു മന്ത്രവാദിയുണ്ട്. ഇവർ പറയുന്നത് KPCC പ്രസിഡന്റിന്റെ കണ്ണൂരിലെ വീട്ടിലുണ്ട്, ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ വസതിയിലെ KPCC പ്രസിഡന്റ് ഇരിക്കുന്ന KPCC ഓഫീസിനകത്ത് പോലും. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് കാണാനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് അത് ചോദിക്കാനായിട്ട്. മറ്റൊരു ചോദ്യം, KSU നേതാക്കളെ മർദ്ദിച്ചു എന്നുള്ളൊരു ആരോപണം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായി. MLA-മാർക്കെതിരെ അടക്കം കേസെടുക്കുന്ന സന്ദർഭം. ഇന്നിപ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം അത് ഉന്നയിച്ചു. അപ്പോൾ ആ സമയത്തൊക്കെ മുഖ്യമന്ത്രി അതിന് മറുപടി നൽകിയത് KSU-ന്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളിലെ AKG സെന്റർ ആക്രമണമൊക്കെ വെച്ചാണ് മുഖ്യമന്ത്രി അതിന് മറുപടി നൽകിയത്. എങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തെ കാണുന്നത്? അല്ല, ഇത് സത്യത്തില് ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു വിദ്യാർത്ഥി പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് KSU സമരം നടത്തിയത്. ഇത് വിദ്യാർത്ഥികളുടെ ബാധിക്കുന്ന, അതല്ലാണ്ട് അവർ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടല്ലല്ലോ നടത്തിയത്. ആ സമരത്തെ കൈകാര്യം ചെയ്ത പോലീസ് രീതി അപലപിക്കുന്നതിന് പകരം ഇനി ആ കുട്ടികളെ തല്ലുകിട്ടി ആശുപത്രിയിലായ കുട്ടികളെ വീണ്ടും അപമാനിക്കുന്നത്. പണ്ട് ഇതുപോലെ തന്നെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുകയാണെന്ന് പോലീസുകാരെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ഇത്രയേറെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർ തിരുത്തും എന്നൊക്കെ പറഞ്ഞിട്ടും മുഖ്യമന്ത്രി ഒന്നും തിരുത്താൻ തയ്യാറാവുന്നില്ല. അതിന്റെ ലക്ഷണമാണ് ഇത്തരം പ്രസ്താവനകളിലൂടെ വീണ്ടും തെളിയുന്നത്. ഇത്തരം ഒരു വല്ലാത്ത ഒരു സ്വഭാവം, അടിക്കുന്നതും അടികൊള്ളുന്നതും ഒക്കെ കണ്ടാൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മനസ്സ് എങ്ങനെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ പാർട്ടി കേന്ദ്ര നേതാക്കന്മാരിൽ ഇവിടെ ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ. അവർ എല്ലായിടത്തും തിരുത്താൻ വേണ്ടി പറഞ്ഞു നടക്കുകയാണ്. കാര്യമാണ്. പക്ഷെ ആദ്യം അവർ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളിലെ തിരുത്തൽ നടത്താതെ പാവപ്പെട്ട സഖാക്കളോട് തിരുത്താൻ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ഇപ്പൊ പറയുന്നത് പാവപ്പെട്ട സഖാക്കളോട് തിരുത്താനാ പറയുന്നത് എല്ലാ ജില്ലകളിലും. അവരെന്ത് തെറ്റ് ചെയ്തു? അവരെല്ലാം തെറ്റ് ചെയ്തത്. അപ്പൊ അവരത് മനസ്സിലാക്കട്ടെ. ഈ AKG സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് CPM തന്നെയാണ് നടത്തിയെന്നൊക്കെയായിരുന്നു അന്ന് കോൺഗ്രസ് നേതാക്കളും സുധാകരനും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് തന്നെയാണ് ദില്ലിയിൽ. അല്ല, അതിനകത്ത് എനിക്ക് എന്താണ് അവരുടെ അന്വേഷണത്തിന്റെ രീതി, ഏത് രീതിയിലാണെന്ന്, എങ്ങനെ അയാളെ പ്രതിയാക്കിയൊന്നും എനിക്കറിയില്ലല്ലോ. ഈ സർക്കാർ പലരെയും പ്രതിയാക്കാറുണ്ട്, പ്രതികളെ വാദിയാക്കാറുമുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടതാണോ എന്ന് എനിക്കറിയില്ല. വസ്തുതകൾ പുറത്തു വരട്ടെ, എല്ലാം വസ്തുതകളും പുറത്തു വരട്ടെ, അന്വേഷണ വിവരങ്ങളെല്ലാം പുറത്തു വരട്ടെ, കോടതികൾ മുമ്പാകെ വരുമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം അത് ആ കാര്യത്തെക്കുറിച്ച് പറയാൻ.